ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ പലഡേറി ഉണ്ടാക്കിയ കാര്യം അല്ലേ. പലഡേറി ഉണ്ടാക്കിയ സമയത്ത് അതിന് വേണ്ട പ്ലാന്റ്സ് ഫേൺസൊക്കെ തപ്പി നടന്ന് ഒരുപാട് ഞാൻ പ്രയാസപ്പെട്ട്. എന്നിട്ട് ലാസ്റ്റ് ഞാൻ കുറച്ച് ഫേൺസും പ്ലാന്റ്സും ക്യാഷ് കൊടുത്ത് മേടിച്ചു. ഈ മേടിച്ച സാധനം ഞാനിവിടെ നാട്ടിൽ വന്നപ്പോൾ നമ്മുടെ വീട്ടിൽ നിൽക്കുന്നത് അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ചങ്ക് തറന്നു. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരെണ്ണത്തിൽ 15 റംസ് കൊടുത്ത് മേടിച്ച സാധനമാണ്. ഇവിടെ വെറുതെ ഉണ്ടായി കിടക്കണോ, കാണിച്ചു തരാം. ഇങ്ങോട്ട് നോക്കണോ, എന്തോരോ നിൽക്കണമെന്ന് നോക്കി, ഒരു രക്ഷയില്ല. ഇഷ്ടം പോലെ ഈ കാണുന്നത് മൊത്തം അതാണ്. ഈ സാധനം ഉണ്ടല്ലോ, ഈ സാധനത്തിന് 15 ദിറംസ് കൊടുത്ത് ഞാൻ മേടിച്ചതാണ്. വെറുതെ ഉണ്ടായി കിടക്കണം, വെറുതെ. നോക്കിയാൽ ഒരു ലോഡ് സാധനം. ഇത് കൂടാതെ വേറൊരു സാധനമുണ്ട്, അതാണ് കിട്ടാനുണ്ടായിരുന്നില്ല. ഞാനവിടെ ചെന്ന് ചോദിച്ചപ്പോൾ അത് ഭയങ്കര റെയറാണ്, കിട്ടൂല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇങ്ങോട്ട് നോക്കിയാ, നോക്ക് ഇത് കൂടാതെ ഇനിയുണ്ട്, വേറെയും കാണിച്ചു തരാം കേട്ടോ. ഇങ്ങോട്ട് നോക്കി, ഇങ്ങനെ നോക്ക്, ഇങ്ങനെ ഈ ജാതി പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായിട്ടാണ് നാട്ടിലുണ്ട്. പിന്നെ അതേപോലെ വേറൊരു സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് സൂക്ഷിച്ചു വെച്ചൊരു സാധനം, സൂക്ഷിച്ചു വെക്കല്ല, അതുകൊണ്ട് ഞാൻ പല ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ. ഡ്രിഫ്റ്റ് വുഡ് പക്കയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇത്. ഓക്കെ, അപ്പോൾ ഞാനിതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം തോന്നി. എന്തുകൊണ്ടും പുതിയ വീട് നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് ഒരു പലഡേറി ഞാൻ ഉണ്ടാക്കും. അത് നമുക്ക് ഇവിടെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം. ഇങ്ങനെയുള്ള അനുഭവം ആരെങ്കിലും പലഡേറി ഉണ്ടാക്കിയേ അങ്ങനെ എന്തെങ്കിലും ടെറേറി ഉണ്ടാക്കിയൊക്കെ ചെയ്തിട്ട് നാട്ടിൽ വന്നിട്ട് ഇത്രയും സാധനങ്ങൾ കണ്ടിട്ട് കണ്ണ് തള്ളി പോയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതിലെന്തായാലും കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.